വളരെ പ്രധാനപ്പെട്ട കാര്യം മരണസംഖ്യ ഉയരുകയാണ്. മരിച്ച മലയാളികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്ന അനൗദ്യോഗികമായ കണക്കുകൾ അനുസരിച്ചിട്ട് 24 പേര് മലയാളികളുടെ എങ്കിലും അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ അവരുടെ പേര് വിവരങ്ങൾ അതുപോലുള്ള ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുവൈറ്റിലെ നോർക്ക ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ഇപ്പം കിട്ടിയത് 24ഓളം മലയാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. 7 പേരോളം ഗുരുതരാവസ്ഥയിൽ വിവിധ ആശുപത്രികളിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പലരും വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കുറേയധികം പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇവരുടെ മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിൻ്റെ ക്രമീകരണമായി ഇതിന് ഉള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തു വരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ഏറ്റവും കുറഞ്ഞ സമയത്തിനകം തന്നെ ഭൗതിക ശരീരങ്ങൾ കൊണ്ടുവരാനുള്ള നടപടികൾ അവിടെ ഏകോപിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ എംബസി, വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസിയുമാണ് അത് ഏകോപിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് മെമ്പേഴ്സ് അഹോരാത്രം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മോർച്ചറികളിലും അതുപോലെ തന്നെ ഇന്ത്യൻ മിഷൻ എംബസിയിലുമായിട്ട് ചേർന്ന് ഇതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. എംബസി കുവൈറ്റ് ഗവൺമെൻറ്റുമായിട്ട് ചേർന്നിട്ട് ഇത് എത്രയും പെട്ടെന്ന് ഭൗതിക ശരീരങ്ങൾ രാജ്യത്തേക്ക് അയക്കാനുള്ള നടപടികളോടെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരിക്കേറ്റവരുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നോർക്ക തന്നെ അത് നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് ആണ് അവിടെ ഫീൽഡിൽ അത് ഏകോപിപ്പിക്കുന്നത്. മലയാളി വ്യവസായിയുടെ തന്നെയാണ് ഈ സ്ഥാപനം. അദ്ദേഹമായിട്ട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഇല്ല. ഇവിടെ കുവൈറ്റ് ഗവൺമെൻറ് അതുപോലെ തന്നെ മിഷൻ, കുവൈറ്റിലെ ആശുപത്രികൾ, പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പം നമ്മൾ അവിടെ അപകടത്തിൽപ്പെട്ട ആൾക്കാർക്ക് അടിയന്തര നടപടികൾ കൊടുക്കുക, മരണമടഞ്ഞവരുടെ ഭൗതിക ശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരിക, ഈ കാര്യങ്ങൾക്കാണ് ഇപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതിനാണ് ഇപ്പം പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുന്നത്. മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എത്ര പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അല്ല, അത് എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് ചെയ്തു വരുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതേ ഉള്ളൂ. അതിനുള്ള നിങ്ങൾക്കറിയാവുന്ന കുറേ അതിനുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഇപ്പം സ്വീകരിച്ചു വരുന്നത്. കുവൈറ്റ് ദുരന്തത്തിൽ 24 മലയാളികൾ മരിച്ചു എന്ന സുപ്രധാന വിവരമാണ്, ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ നോർക്ക അറിയിക്കുന്നത്. നോർക്ക സെക്രട്ടറി നൽകുന്ന വിവരമനുസരിച്ച് കുവൈറ്റിൽ മരിച്ചത് 24 മലയാളികൾ. അജിത് കോളശ്ശേരിയാണ് ഇക്കാര്യം അറിയിച്ചത്. റോഷിപാൽ നമ്മോടൊപ്പം ഉണ്ട്. റോഷിപാൽ, 24 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നോർക്ക CEO വിശദീകരിക്കുന്നത്? നികേഷ്, കുവൈത്തിലെ ഈ തീപിടുത്ത ദുരന്തത്തിൽ നിലവിൽ അനൗദ്യോഗികമായി നോർക്ക ഹെൽപ്പ് ഡെസ്ക് കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണിത്. 24 മലയാളികൾ ഇതുവരെ മരിച്ചതായി. അത് അനൗദ്യോഗിക കണക്കാണ്, പക്ഷേ അത് പേര് വിവരങ്ങളടക്കം നോർക്കയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ കുവൈറ്റ് എംബസി മരണം സ്ഥിരീകരിക്കണം, എന്നാൽ മാത്രമേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നോർക്ക. വിവരങ്ങൾ പരമാവധി വേഗത്തിൽ നോർക്ക ഹെൽപ്പ് ഡെസ്ക് വഴി തിരുവനന്തപുരത്തെ നോർക്ക ഓഫീസിലേക്ക് CEO അജിത് കോളശ്ശേരിയാണ് ഏകോപിപ്പിക്കുന്നത്. ഒപ്പം തന്നെ സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സർക്കാർ മന്ത്രി എത്രയും പെട്ടെന്ന്, മന്ത്രിയും ജീവൻ ബാബു IAS-ഉം കുവൈറ്റിലേക്ക് തിരിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കാനുള്ള ശ്രമം എംബസിയുമായി ചേർന്നുകൊണ്ട് കുവൈറ്റ് സർക്കാരുമായി ചേർന്നുകൊണ്ട് നടത്തുകയാണ്. ചിലരുടെ DNA ഉൾപ്പെടെ പരിശോധിച്ച് ആളെ തിരിച്ചറിയേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ, കുവൈറ്റിലെ നടപടിക്രമങ്ങൾ പരമാവധി വേഗത്തിലാക്കാനുള്ള ശ്രമം എംബസിയുടെ ഭാഗത്തുനിന്നുണ്ട്. അത് നോർക്കയും അതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണ്. ചികിത്സയടക്കം നോർക്ക കുവൈറ്റിലെ ഹെൽപ്പ് ഡെസ്ക് അത് ഏകോപിപ്പിക്കുന്നു എന്നാണ്. കൂടുതൽ ഏതാണ്ട് 7 പേരെങ്കിലും ഇപ്പോൾ ഈ തീപിടുത്തത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിലെ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയും അതീവ ഗുരുതരം എന്നാണ് ഇപ്പോൾ നോർക്കയ്ക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നികേഷ്. റോഷിപാൽ, ഇത് പക്ഷേ കുവൈറ്റ് രക്ഷാപ്രവർത്തനത്തിൽ കുവൈറ്റ് ദൗത്യമുണ്ടായിരുന്നല്ലോ, അതിനുശേഷം ഉണ്ടാകുന്ന വിദേശത്തെ മലയാളികൾ ഇത്രയധികം പേർ അപകടത്തിൽപ്പെടുന്ന മറ്റൊരു സംഭവം ചിലപ്പോൾ ഇതായിരിക്കാം അല്ലേ? ആ നിലയിൽ ഗൗരവത്തോടു കൂടി തന്നെയാണോ സംസ്ഥാന സർക്കാർ ഇതിനെ കാണുന്നത്?
തീർച്ചയായും ഇത്രയേറെ മലയാളികളുടെ പ്രവാസി മലയാളികൾ ദുരന്തത്തിനിരയാകുമ്പോൾ സർക്കാർ അതീവ ഗൗരവത്തോടെ കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രിയെയും ജീവൻ ബാബു IASനെയും വളരെ പെട്ടെന്ന് തന്നെ കുവൈറ്റിലേക്ക് എത്തിക്കാൻ, ഇതിൻ്റെ രക്ഷാപ്രവർത്തനം, മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുക, ഗുരുതരാവസ്ഥയിൽ ചികിത്സയുള്ളവരുടെ അവരുടെ ചികിത്സ ഏകോപിപ്പിക്കുക എന്നടക്കമുള്ള ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ അങ്ങോട്ടേക്ക് അയക്കുന്നു. പ്രത്യേകിച്ച് ലോകകേരള സഭ അടക്കം നടക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് അയക്കുന്നു. മാത്രവുമല്ല കമ്പനി മലയാളിയുടേതാണ്. അവരുടെ കുവൈറ്റിൽ സ്വാഭാവികം അവിടുത്തെ തൊഴിൽ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരവും മറ്റ് ചികിത്സാ കാര്യങ്ങളിലടക്കം അവിടുത്തെ നിയമം അനുസരിച്ച് നടപടിക്രമങ്ങളുണ്ടാകും. എങ്കിൽ പോലും ഈ മരിച്ചവരുടെ കുടുംബത്തിന് അടക്കം കമ്പനിയിൽ നിന്ന് പരമാവധി സാമ്പത്തിക സഹായം എത്തിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടാകും. കാരണം അത് മലയാളിയുടെ കമ്പനി ആയതുകൊണ്ട് സ്വാഭാവികം കുവൈറ്റ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് എല്ലാ നടപടികളും ഉണ്ടാകും. എംബസി വഴി ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഏതായാലും നോർക്കയുടെ തിരുവനന്തപുരം ഓഫീസിൽ ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും.